കൊടുത്തിട്ടുണ്ട്. പാൻ നല്ല ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 പട്ട, 3 ഗ്രാമ്പും 3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള കട്ട് ചെയ്തെടുത്തതാണ്, ചെറുതായി അരിഞ്ഞെടുത്തത് സവാളയും 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഈ സവാള നല്ലോണം ഒന്ന് വഴഞ്ഞു വരണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകുന്നവരേക്കും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പഴുത്ത തക്കാളി, ഒരു 3 പഴുത്ത തക്കാളിയാണ്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഞാനിവിടെ സോയ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ സോയയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടെടുത്ത് സോയ നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ സോയ ആണെങ്കിൽ അതൊന്ന് ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോയയും കൂടി ചേർത്ത് കൊടുക്കും. സോയ ചേർക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന സേമിയയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണം എരിവ് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് സോയനൊന്ന് വഴറ്റിയെടുക്കാം. സോയ നല്ലോണം വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം